സ്പോയിലർ ഇല്ലാതെയാണ്, മാക്സിമം സ്പോയിലർ ഇല്ലാതെയാണ് ഞാൻ ഈ അഭിപ്രായം എൻ്റെ അറിയിക്കുന്നത്. ഇതിൻ്റെ സംവിധായകനോടും സ്ക്രിപ്റ്റ് റൈറ്ററിനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അറിയിക്കാനുമുണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നപ്പം ജഗദീഷ് ഏട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. ഗാന്ധി മൂവി കണ്ടിട്ട് ആരും ഗാന്ധിജിയെ പോലെ ചിന്തിച്ചില്ലല്ലോ. അതായത് ഇന്ന് സമൂഹത്തിൽ ഇറങ്ങുന്ന വയലൻസ് നിറഞ്ഞ മൂവീസ് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഈ വീഡിയോയിലൊന്ന് പറയാനുണ്ട്. ഇന്നലെ ഞങ്ങൾ പോയി ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവി കണ്ടു. ഒരു ത്രില്ലർ മൂവിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട്, എല്ലാ എസൻസും ഉണ്ട്. വ്യത്യസ്തമായ രീതിയിലാണ് ഈ മൂവി എടുത്തിരിക്കുന്നതും നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഇതിൽ ചാക്കോച്ചനെയാണേലും ഇതുവരെ കാണാത്തൊരു ഷെയ്ഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും, അതിപ്പം നായകൻ്റെ സൈഡിലുള്ള ആളുകളാണേലും പോലീസ് ഓഫീസേഴ്സ് ആണേലും ജഗദീഷ് ഏട്ടനാണേലും പിന്നെ നായകൻ്റെ വൈഫായിട്ട് അഭിനയിച്ച പ്രിയാമണി, മക്കൾ എല്ലാം ഞാൻ എടുത്തു പറയുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന വില്ലൻസിനെയൊക്കെ, ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ച ആളുകളെയൊക്കെ കണ്ടിട്ട് നമുക്ക് ശരിക്കും അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ത്രില്ലർ മൂവി കണ്ട് ത്രില്ലടിച്ച് രസിച്ച് ആ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞ് എന്തോ ഒരു വലിയ ട്വിസ്റ്റ്, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു ഇതൊക്കെ നമ്മളങ്ങ് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ ധൈര്യം ചോർന്നു പോയി. നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ത് നടന്നാലും പ്രതികരിക്കരുത് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു സിനിമയാണിത്. ഓക്കെ, അതായത് വിക്ടിം എപ്പോഴും തോക്കുക എന്നുള്ള രീതിയിലൊരു ഒരു ഇതെനിക്ക് അവിടെ ഒരു മെസ്സേജ് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ പറയും സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയുള്ള സിനിമ ആയിരിക്കണം. ഇത് ഒരു എന്താ വെച്ചാൽ ഒരു കുറച്ച് ഫാൻറ്റസി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സിനിമയല്ലല്ലോ ഇത്. ഇതെന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രസക്തിയുള്ള സബ്ജക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട്. ഇല്ലെന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവം എടുത്താൽ അറിയാം സിനിമകൾ എത്രത്തോളം ഈ ഓരോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിൽ സിനിമകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദൃശ്യം മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഈ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ ഇങ്ങനെ ഡെഡ് ബോഡികൾ ഒളിപ്പിക്കാം, അതൊരു നല്ല ഒരു ഐഡിയ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജഗദീഷ് ഏട്ടൻ പറഞ്ഞല്ലോ ഗാന്ധി മൂവി കണ്ടിട്ട് നമ്മളാരും ഗാന്ധിജി ആയില്ലെന്ന്. ഓക്കെ, ഗാന്ധിജി പോലെ ആയില്ലെങ്കിലും നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ ഓർത്ത് നമുക്ക് സങ്കടവും അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളിൽ അറ്റ്ലീസ്റ്റ് വന്നിട്ടില്ലേ അവിടെ. ആസ് എൻ ഇന്ത്യൻ എനിക്ക് ഭയങ്കര അഭിമാനവും എൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്ന അല്ലേ, നമുക്ക് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ പോലും ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ വരികയല്ലേ. ഈ കാലാപാനി മൂവി കണ്ട് ഞാൻ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ. എനിക്ക് ഭയങ്കര വിഷമം തരുന്നൊരു മൂവിയാണ്. കാരണം അതുപോലെ എത്രയോ ആൾക്കാരുടെ പേരറിയാത്ത ആൾക്കാർ അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ത്യജിച്ചിട്ടുണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഗാന്ധിജിയായി മാറിയില്ലെന്ന് പറയരുത്, നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം സിനിമകൾക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഒളിച്ചോടാനൊന്നും പറ്റുകയില്ല. സൂക്ഷ്മദർശിനി മൂവി കണ്ടപ്പോൾ എനിക്കൊരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞ് പ്രതികരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ ഒരു അത്യാവശ്യം ഇങ്ങനെ ഭീഷണിയൊക്കെ വന്നാലും നമുക്ക് നേരിടാനൊക്കെ പറ്റും. പിന്നെ ചില മൂവീസ് കാണുമ്പോൾ അവർക്ക് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറച്ചിട്ട് എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം, അത്യാവശ്യം ഒന്ന് അല്ലേ ആളുകൾക്ക് നമുക്കൊരു പെട്ടെന്നൊരു അറ്റാക്ക് എവിടെന്നെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് നേരിടാൻ പറ്റണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും കൊണ്ടുവരുന്നതിന് മൂവീസിനൊക്കെ ഒരുപാട് പിന്നെ പങ്കുണ്ടെന്നേ. അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി മൂവി ആയിരിക്കണം, ഒരു കുട്ടികൾക്കുള്ള മൂവി ഒന്നും അല്ലല്ലോ ഇത്. ആക്ഷൻ ഹീറോ ബിജു എന്ന മൂവിക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ധൈര്യമായിട്ട് പോയി നമുക്ക് പരാതികൾ പറയാം. നമ്മൾ വിചാരിക്കുന്നില്ല പണ്ടത്തെ കാലത്തെ പോലെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയ വരുന്ന ആളുകളോടൊക്കെ അവർ മേക്കിട്ട് കയറുകയില്ല എന്നൊരു സന്ദേശം തന്നൊരു മൂവിയാണ്. പല കാര്യങ്ങളും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഫോറൻസിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആരാ പഠിപ്പിച്ചു തന്നത്? ഈ DNA ടെസ്റ്റ് വഴി പിന്നെ കുറ്റവാളിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാമെന്നൊക്കെ നമ്മൾ ഒരിക്കലും സ്കൂളിലാണോ പഠിച്ചത്? അത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? മൂവിയിൽ നിന്ന് തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഇങ്ങനത്തുള്ള അറിവുകൾ. പല മൂവിയും ഒരുപാട് മൂവീസ് റെഫർ ചെയ്തിട്ട് ക്രൈം ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ മൂവീസ് ഒരു തരത്തിലും മനുഷ്യൻ്റെ ജീവിതത്തെയോ മനസ്സിനെയോ എഫക്റ്റ് ചെയ്യുന്നില്ലെന്ന് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ.
ചാക്കോച്ചന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് വരുന്നത്. ഞാനത് എന്താണെന്നൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ സെൻറ്റ് മേരീസിലെ ഗേൾസ് സ്കൂളിൽ ഞങ്ങളുടെ ആരാധന കഥാപാത്രമായിരുന്നു ഈ ചാക്കോച്ചൻ്റെ ഫോട്ടോ ഉള്ള ബുക്സൊക്കെ മേടിച്ച് ചാക്കോച്ചനെ ആരാധിച്ചിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചോക്ലേറ്റ് ഹീറോയ്ക്ക്. മറ്റൊരു ഷെയ്ഡിൽ കണ്ടപ്പോൾ ഒത്തിരി ത്രില്ലും ഭയങ്കര പുള്ളി അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി അല്ലാതെ ഞാനത് പറഞ്ഞാൽ കുറച്ച് സ്പോയിലർ ആയിപ്പോവും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സീൻ കുറച്ച് ഡിസ്റ്റർബിങ് ആണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിനെ നമുക്കൊന്ന് ചാക്കോച്ചൻ്റെ ക്യാരക്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഒരു സീൻ. അപ്പോൾ അതിനെ ഞാൻ ആ രീതിയിലേ കാണുന്നുള്ളൂ. ഇത് കുട്ടികളെയും കൊണ്ട് പോയി കാണേണ്ട ഒരു മൂവിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുഞ്ഞു പിള്ളേർക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒത്തിരി സീൻസ് ഇതിൽ വരുന്നുണ്ട്. പച്ചയായിട്ട് സീൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ തീരെ പൊടി പിള്ളേരൊക്കെ ആയിട്ട് പോയി കാണുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ 15+ ആണ് മൂവി. ദ എൻറ്റയർ മൂവി ഭയങ്കര എന്താ പറയുക, ത്രില്ലിങ് തന്നെയാണ്. ഇതിൽ ഇവരെടുത്തേക്കുന്ന എഫേർട്ടും, അതായത് ഫൈറ്റ് സീൻ ആണെങ്കിലും ശരി, നമുക്ക് ഭയം ഉളവാക്കുന്ന ഒരു സിറ്റുവേഷൻ അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് അവരുടെ എഫേർട്ട് തന്നെയാണ്, അവരുടെ കഴിവ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി ഈ ഒരു സിനിമയുടെ ചുവട് പിടിച്ച് പുതിയ സിനിമ എടുക്കുന്നവരോടും ഞങ്ങൾ പറയുകയാണ്, സാധാരണക്കാരിലേക്ക് നല്ലൊരു മെസ്സേജ്, അതായത് നമ്മളെ കൊണ്ടും പ്രതികരിക്കാൻ സാധിക്കും. എന്നാത്താൻ കേസ് കൂട് മൂവി പോലുള്ള മൂവിയില്ലേ, സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുന്ന, അല്ല സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്കും സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും, നമ്മൾ പ്രതികരിച്ചാൽ മതി. നമുക്ക് നമ്മുടെ പ്രതികരണശേഷിയെ കൂട്ടുന്ന തരത്തിലുള്ള സിനിമകളാണ് വരേണ്ടത്, അല്ലാതെ അതിനെ അടിച്ചമർത്തി പോകുന്ന തരത്തിലുള്ള സിനിമകളല്ല വരേണ്ടതെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവരും സിനിമ കാണാൻ പോകണം, തീർച്ചയായിട്ടും സൂപ്പർ മൂവിയാണ്. ഓക്കെ.